വെൽവെറ്റ് ആപ്പിൾ. രൂപത്തിൽ സാദൃശ്യം തോന്നാമെങ്കിലും ആപ്പിളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഫലമാണ് വെൽവെറ്റ് ആപ്പിൾ അഥവാ മബോളോ ഫലങ്ങൾ. ഫിലിപ്പൈൻസിലെ ചില പ്രദേശങ്ങളിലെ ആദിമ നിവാസികൾ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും തടയാൻ കഴിവുള്ള ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. വേരുകൾ വളർന്ന് മണ്ണിൻ്റെ അടരുകളെ ഒരുമിപ്പിച്ചു നിർത്താൻ കഴിവുള്ള മബോള വൃക്ഷങ്ങൾ ആയിരുന്നു അത്. ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ ധാരാളമായി ലഭിക്കുന്നതിനാൽ മബോളോ വൃക്ഷങ്ങൾ വളരെ വ്യാപകമായ പ്രചാരം നേടി. ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ത്യയിലും ഈ ഫലവൃക്ഷം വ്യാപകമായി കൃഷി ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഡയോസ്പിറോസ് ഡിസ്കോളർ എന്ന ശാസ്ത്രനാമമുള്ള എബോണി മരങ്ങളുടെയും പെർസിമോണുകളുടെയും ഡയോസ്പിറോസ് ജനുസിലെ ഒരു സസ്യമായ ഇതിനെ വെൽവെറ്റ് പെർസിമോൺ, കാമഗോം, മഗോളോ ട്രീ, വെൽവെറ്റ് ആപ്പിൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2400 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും സമതലങ്ങളിലും വളരാൻ കഴിവുള്ള മബോളോ വൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകുന്ന പെൺവൃക്ഷങ്ങളും ഫലങ്ങൾ ലഭിക്കാത്ത ആൺവൃക്ഷങ്ങളും ഉണ്ടാകുന്നു. കട്ടി കുറഞ്ഞ നിരവധി ശാഖകളോടെ 18 മുതൽ 33 മീറ്റർ വരെ ഉയരത്തിൽ സാവധാനത്തിൽ വളരുന്ന മബോളോ വൃക്ഷങ്ങൾ വളരുന്ന സാഹചര്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദീർഘചതുരാകൃതിയിൽ അഗ്രം കൂർത്ത നിത്യഹരിത ഇലകൾക്ക് കടും പച്ച നിറവും മുകൾ ഭാഗം മിനുസമാർന്നതും അടിഭാഗം രോമിലവുമാണ്. കുരുനിലകൾക്ക് തിളക്കമുള്ള പിങ്ക് അല്ലെങ്കിൽ ഇളം പച്ചനിറമാണ്. സുഗന്ധത്തോടെ വിരിയുന്ന പൂക്കൾക്ക് വെള്ളയോ ക്രീം നിറമോ ആയിരിക്കും. ആൺപൂക്കൾ ചെറിയ കൂട്ടങ്ങളായും പെൺപൂക്കൾ ഒറ്റപ്പെട്ടും വ്യത്യസ്ത മരങ്ങളിൽ കാണപ്പെടുന്നു. 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഫലത്തിന് വെൽവെറ്റ് പട്ടുപോലെ തോന്നിക്കുന്ന ഇളം ചുവപ്പ് അല്ലെങ്കിൽ കടും ചുവപ്പ് പുറംതൊലിയും തൊലിയുടെ പുറത്ത് മിനുസമുള്ള ചെറിയ നാരുകളുടെ കവചവുമുണ്ട്. ഇതിൽ ഇളം ചുവപ്പിനാണ് മധുരവും രുചിയും കൂടുതൽ. ഫിലിപ്പൈൻസിലെ മബോളോ എന്ന വാക്കിനർത്ഥം രോമമുള്ളത് എന്നാണ്. പൊടി പറ്റിയതുപോലെ തോന്നിക്കുന്ന രോമകവചമുള്ളതിനാൽ ഇതിന് മബോളോ ട്രീ എന്ന പേര് ലഭിച്ചു. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഇതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഏറെ പ്രചാരമുണ്ട്. വെൽവെറ്റ് പട്ടിന് സമാനമായ തൊലിയുള്ള ഫലങ്ങൾ ഉള്ളതിനാൽ ഇത് വെൽവെറ്റ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചാറില്ലാത്തതും മധുരമുള്ളതുമായ പഴത്തിന് ആപ്പിളിൻ്റെയും വാഴപ്പഴത്തിൻ്റെയും സമ്മിശ്ര രുചിയാണ്. മൃദുവായ ക്രീമി പിങ്ക് പൾപ്പുള്ള മബോളോ ഫലങ്ങൾ വാസനയിലും രുചിയിലും പീച്ച് പഴത്തിന് സമാനമാണ്. വളരുന്ന പ്രദേശങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങൾ വൃക്ഷങ്ങളിൽ വളരെയധികം ജനിതക വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവമായി മഞ്ഞ നിറം മുതൽ ഇളം തവിട്ട് വരെ നിറങ്ങളുള്ള പഴങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഒരേ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത മബോളോ മരങ്ങളുടെ ഫലത്തിൻ്റെ ആകൃതി, നിറം, രുചി എന്നിവ വ്യത്യസ്തമാണ്. ഇവയുടെ രോമകവചത്തിലും വ്യക്തമായ മാറ്റം കാണപ്പെടുന്നു. വിത്തുകളുള്ളതും ഇല്ലാത്തതുമായി 2 തരം ഫലങ്ങൾ ഇതിലുണ്ട്. നന്നായി മൂത്ത് വിളഞ്ഞ കായ്കൾ മുളപ്പിച്ച തൈകൾ മിക്കവയും ഫലം നൽകുന്നില്ല. കാരണം ഇതിൽ മിക്കവയും ആൺവൃക്ഷങ്ങൾ ആകാനാണ് സാധ്യത. ഇതിന് പരിഹാരമായി നന്നായി ഫലം നൽകുന്ന വൃക്ഷങ്ങളുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടുകയാണ് ഉത്തമം. വിത്തുകളാൽ നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകാൻ 6 മുതൽ 7 വരെ വർഷം വേണ്ടിവരും. പക്ഷേ ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് മരങ്ങളിൽ നിന്നും 3 മുതൽ 4 വർഷത്തിനുള്ളിൽ ഫലം ലഭ്യമാകുന്നു. ഉൽപ്പാദനക്ഷമത കൂടുതൽ ഈ തരം മരങ്ങൾക്കാണ്. ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് മബോളോ ഫലങ്ങൾ. വിറ്റാമിനുകളാൽ സമ്പുഷ്ടമായതിനാൽ ശരീരത്തിലുണ്ടാകുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണിത്. ഫൈബർ, പ്രോട്ടീൻ, പൊട്ടാഷ്യം, അയൺ, കാൽഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി തുടങ്ങി ആരോഗ്യപരമായ പല ഘടകങ്ങളും പ്രദാനം ചെയ്യുന്നു.
മബോളോ മരത്തിൻ്റെ തടി സാന്ദ്രവും കഠിനവുമാണ്. അതിനാൽ ചില പ്രദേശങ്ങളിൽ ഇതിനെ ഇരുമ്പ് മരം എന്നും വിളിക്കപ്പെടുന്നു. മികച്ച ഫർണിച്ചറുകളും അലങ്കാര വസ്തുക്കളും കൂടാതെ വാതിലുകളും ജനലുകളും വരെ നിർമ്മിക്കാൻ ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നു. നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ വെൽവെറ്റ് ആപ്പിൾ നമുക്കും നട്ടുവളർത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഐമാസ് പ്ലാന്റ്സ് വേൾഡ്.